മീൻ കഴിക്കാനായിട്ട് മോഹമായിട്ടേ ഞങ്ങൾ ഷോപ്പിൽ പോയി നോക്കിയപ്പോൾ നല്ല വില. അവസാനം ഞങ്ങളൊരു തിലാപ്പിയാട്ടേക്ക് വന്നു. അത് ഞാൻ മേടിക്കാത്ത ഫിഷാണേ. എനിക്ക് തോന്നുന്നു 1-2 വട്ടം മേടിച്ചിട്ടുണ്ട്. വെട്ടി കഴുകി മാറ്റി വെച്ചു. ചട്ടി ചൂടായി, അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഉപയോഗിക്കാം. കടുക്, ഉലുവ ഇട്ടു, പൊട്ടട്ട. ഇവിടെ ഞാനൊരു പാത്രത്തിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, കറിവേപ്പില എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടേ. നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് ഒരു 2-3 സ്പൂൺ വരെ കോക്കനട്ട് പൗഡർ എടുക്കുക. മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഞാൻ ചെറു ചൂടുവെള്ളത്തിലാണ് മിക്സ് ചെയ്തേക്കുന്നത്. ഫ്രഷ് കോക്കനട്ട് മിൽക്ക് ഉപയോഗിക്കാം, അത് സെക്കൻഡ് പാൽ ഉപയോഗിക്കുക ആദ്യം. രണ്ടാമത് വേറൊരു പാത്രത്തിനകത്തോട്ടും ഞാൻ 2-3 സ്പൂണ് കോക്കനട്ട് പൗഡർ എടുത്ത് മാറ്റി കലക്കി വെക്കുന്നുണ്ട്, നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാനായിട്ട്. ഇനി പൊടികൾ ഓരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കൊറിയാണ്ടർ പൗഡർ ഒരു 1.25 സ്പൂണാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചില്ലി പൗഡർ, ഞാൻ കാശ്മീരിയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഒരു കളറും കിട്ടും, അതുപോലെ പിള്ളേർക്ക് കൊടുക്കാനാണെങ്കിലും അധികം എരിവും ആവില്ല. ആദ്യം ഞാനതാണ് ഇടുന്നത്. പിന്നെ ടാമറണ്ട്, നമ്മുടെ പുളി, അത് വെള്ളത്തിലിട്ട് വെച്ചതാണ്, ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഒരുപാട് നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കി മാറ്റി വെക്കുക. അപ്പോൾ നന്നായിട്ട് പുളി ഇറങ്ങും. അടുത്ത നമുക്ക് ഉപ്പിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം കലക്കി വെച്ച കോക്കനട്ട് മിൽക്കില്ലേ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചൂടാവിട്ട് നന്നായിട്ട് തിളക്കിയിട്ട് അത് കഴിഞ്ഞ് ഫിഷ് ഇട്ട് കൊടുക്കാം. ഞാൻ അവിടുന്ന് വൃത്തിയാക്കി കൊണ്ടുവന്ന ഫിഷായിരുന്നു, പക്ഷേ അവരോട് പീസസ് ആക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് നല്ല വലിയ മുള്ളായിരുന്നു. ഞാൻ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് മുറിച്ചു, അതിനൊരു പരുവാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിട്ടു. നന്നായിട്ട് തിള വന്നു. ഞാനിവിടെ വേറെ ബാക്കി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിനകത്തോട്ട് ഞാൻ കുറച്ച് എരിവുള്ള ചില്ലി പൗഡറും കുറച്ച് കൊറിയാണ്ടർ പൗഡറും എടുത്ത് നന്നായിട്ട് ചൂടാക്കി ഇതിനകത്തോട്ട് മിക്സ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് കോക്കനട്ട് മിൽക്ക് ആദ്യം എടുത്ത് വെച്ചില്ലേ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തിലാപ്പിയ ആണെങ്കിൽ പെട്ടെന്ന് വേവുന്ന ഫിഷാണ്, അധികം വേവില്ല. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറി ആയിരുന്നു കേട്ടോ. ട്രൈ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.